അള്ളാഹു നബിയെ മുഹമ്മദിനെ നബിയായി തിരഞ്ഞെടുത്തത് 40-ാമത്തെ വയസ്സിലാണ്. നബി മരിച്ചത് 63-ാമത്തെ വയസ്സിൽ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 40 വർഷം അദ്ദേഹം നബി അല്ലാണ്ട് ജീവിച്ചു. ആ കാലയളവിലെ ചരിത്രം വിസ്മൃതിയിലാണ്. അതിനെക്കുറിച്ച് കള്ളക്കഥകൾ ആണെങ്കിൽ പോലും അപൂർവമായിട്ട് മാത്രമേ നമുക്ക് പലതും കിട്ടിയിട്ടുള്ളൂ. എൻ്റെ ഒരു സംശയം, നമ്മൾ പണ്ടൊക്കെ PSCക്ക് അപേക്ഷിക്കുമ്പോൾ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ 33 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. ഈ 35 ആയപ്പോൾ വളരെ സങ്കടമായിരുന്നു, PSCക്ക് അപേക്ഷിക്കാൻ പറ്റില്ലോ. ഊർജ്ജസ്വലമായ ഒരു കാലയളവ് എന്ന് പറയുന്നത് എന്തായാലും 18 തുടങ്ങി ഒരു 30-35 അവസാനിക്കും. ഒരു യുവത്വത്തിൻ്റെ എന്താ പറയുക, പോരിശ, ഒരു ലയൻനെസ്. 40 ആയിക്കഴിഞ്ഞാൽ ശരാശരി ആയുസ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ വളരെ കുറവാണെങ്കിൽ ഇപ്പോൾ പോലും 65-70. അപ്പം 40 എന്ന് പറയുമ്പോൾ ഏകദേശം ക്രോസിംഗ് ദ ലൈൻ, മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാന്തര ഘട്ടമാണ് ഈ 40 വയസ്സ് എന്ന് പറയുന്നത്. ഇന്ന് രാവിലെ പൊടുന്നനവേ ഞാൻ എണീറ്റപ്പോൾ എൻ്റെ വയസ്സ് 68 എന്നൊരു ഓർമ്മ എങ്ങനെയോ വന്നു. ഈ ഇടയ്ക്ക് ഞാൻ ദുബായിലേക്കൊന്ന് പോയിരുന്നു. യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ഭയങ്കര മറവിയാണ്. എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ അലർജിക്ക് വേണ്ടി ഒരു മരുന്ന് കഴിച്ചു. അതിൻ്റെ ഒരു പാർശ്വഫലമായിരിക്കുമോ എന്ന സംശയത്തിൽ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ മരുന്ന് കഴിച്ചിട്ട് മറവി ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ആ മരുന്ന് കഴിച്ചതിന് ശേഷമാണ് എനിക്ക് മറവി. പക്ഷേ ദുബായ് യാത്രയിലെ ഒരു ആഹാര രീതിയും പിന്നെ ഉറക്കമില്ലായ്മ, അങ്ങോട്ട് യാത്ര ചെയ്യാനായിട്ട് ഈ എയർലൈൻസുകാർ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളുപ്പിനാണ് ഫ്ലൈറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അവർക്ക് എയർപോർട്ട് ഫീ കുറയ്ക്കാനായിട്ട് ആളുകളെ ഉറക്കാതിരുന്ന് യാത്ര ചെയ്യിക്കുന്ന ലാഭക്കണക്കിൻ്റെ. അങ്ങനെയാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ, നെറ്റിൽ തപ്പിയപ്പോൾ എന്തിനാണ് ഈ പാദയാത്ര യാത്ര? ട്രാഫിക് കുറഞ്ഞ സമയത്ത് യൂസർ ഫീ എന്ന നിലയ്ക്ക് എയർപോർട്ടുകൾക്ക് നൽകേണ്ട ഫീ കുറവായതുകൊണ്ട് മിക്കവാറും എയർലൈൻസുകൾ രാത്രി യാത്ര, അങ്ങനെ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എനിക്കറിയില്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങനെയാണ്. പക്ഷേ അങ്ങനെ വരുമ്പോൾ പ്രായാധിക്യമുള്ള ആളുകൾക്ക് ഉറക്കിഴയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഈ ലാഭത്തിൻ്റെ കണക്ക് പറയുമ്പോൾ അതൊന്നും മുമ്പിൽ വരില്ല എന്നതുപോലെ ഈ 40 വയസ്സ് വരെ ഇദ്ദേഹത്തെ വെറുതെ വിട്ടിട്ട് വെറും 23 വർഷക്കാലം മാത്രം അദ്ദേഹത്തിന് നബിത്വം നൽകിയതിനെ കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു? ഒരു സർവശക്തനായ ദൈവം മനുഷ്യ സമൂഹത്തിന് സന്ദേശം നൽകാൻ വേണ്ടിയിട്ട് ഒരു രീതി തിരഞ്ഞെടുക്കുമ്പോൾ, ഇപ്പം ഇടി, മിന്നൽ, ഭൂകമ്പം, വെള്ളപ്പൊക്കം, അശരീരി, അങ്ങനെ ഒരുപാട് മാർഗമുള്ളപ്പോൾ വെറും 23 വർഷത്തെ ഒരു ജീവിതം കൊണ്ട് ഒരാളിൽ പ്രവാചകത്വം നൽകാൻ വേണ്ടി അള്ളാഹു തീരുമാനിക്കുമ്പോൾ, നിങ്ങളാണെങ്കിൽ, ഇത് കേൾക്കുന്ന നിങ്ങളാണെങ്കിൽ തീരുമാനിക്കുമോ? സർക്കാർ ശമ്പളം കൊടുക്കാനായിട്ട് തൊഴിൽ എടുക്കുന്നവനെ അന്വേഷിക്കുമ്പോൾ 18 വയസ്സാണ്, 45-44
അല്ലെങ്കിൽ 35 വയസ്സ് വരെയാണ് ഉദ്യോഗാർത്ഥിക്ക് വേണ്ട യോഗ്യതാ വയസ്സ്. ഇവിടെ 40ആണ്. PSCക്കുള്ള വിവരം പോലും സർവശക്തനായ അള്ളാഹുവിന് ഇല്ലാതായത് പോയ എന്ത് എന്നാണ് ഞാൻ ഇന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് പിടികിട്ടാത്ത ഒരു ചോദ്യം. എന്നിത് പറയാൻ കാരണം, നിങ്ങൾ മതത്തിൻ്റെ ഏതു കോണെടുത്ത് പരിശോധിച്ചാൽ, ഏതു കാര്യമെടുത്ത് പരിശോധിച്ചാൽ അതിൽ സാമാന്യ യുക്തിക്കും ബുദ്ധിക്കും നിരക്കുന്ന ഒന്നും ഉണ്ടാവില്ല. അത് മതത്തിൻ്റെ കുഴപ്പമോ എന്ന് ചോദിച്ചാൽ കുഴപ്പം തന്നെയാണ്. കറ കളഞ്ഞതല്ല, ശരിയുറ്റതല്ല, തെറ്റുകൾ ഇല്ലാത്തതല്ല, കളവുകൾ ഒഴിവാക്കിയതല്ല. അങ്ങനെ ഒന്ന് മാത്രമേ മനുഷ്യബോധ നിലവാരത്തിൽ നിലനിൽക്കുകയുള്ളൂ എന്നൊരു സംശയം എനിക്കിപ്പോൾ വരുന്നുണ്ട്. അപ്പം 40 വയസ്സുള്ള ഒരാളെ നബിയായി തിരഞ്ഞെടുക്കണമെങ്കിൽ ഈ 40 വർഷം എന്താണ് ആ കാലയളവിൻ്റെ പോരായ്മ? ഇപ്പം നബിയെ വിശ്വസിക്കുന്നവർ, അള്ളാഹുവിനെ വിശ്വസിക്കുന്നവർ, യേശുക്രിസ്തുവിനെയും ശ്രീകൃഷ്ണനെയും ശിവനെയും ഒക്കെ വിശ്വസിക്കുന്നവരൊക്കെ അതിൻ്റെ തനത് സ്വഭാവത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിന്തിക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കേണ്ട ഒരാവശ്യം മനുഷ്യനില്ല എന്നുള്ളതാണ് മതങ്ങൾ നിലനിൽക്കാനുള്ള കാരണങ്ങളിൽ പ്രധാനങ്ങളിൽ ഒന്ന്. ഒരു വിശ്വാസി ഞാൻ ഇരിക്കുന്നത് പോലെ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് മനസ്സിനെ ശാന്തമാക്കി ഒന്ന് ചിന്തിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഇന്ന് നിലനിൽക്കുന്ന എല്ലാ ദൈവങ്ങളും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ 40 വർഷത്തെ ഗർഭകാലയളവ് മുഹമ്മദിയൻ കഥ പൊള്ളത്തരത്തിൻ്റെയും കള്ളത്തരത്തിൻ്റെയും കളവിൻ്റെയും ചതിയുടെയും വഞ്ചനയുടെയും കഥയെന്നല്ലാതെ മറ്റെന്താണ് പറയാൻ സാധിക്കുക? 40 വർഷമോ ഒരു ഗർഭകാലയളവ്, അപാരം.